ചിരുമോളെ, ആ പെട്ടിയില്ലേ മോളെ നമ്മളൊന്ന് പുറത്തേക്ക് എടുത്ത് മാറ്റിയത്? അതെ അച്ഛാ. അതില് സ്വർണം ഉണ്ടായിരുന്നോ മോളെ? അപ്പോ ഉണ്ടായിരുന്നു അച്ഛാ. അമ്മാവന്റെ മുറിയിൽ നിന്ന് പുറത്തുണ്ടച്ച ആ പെട്ടിയിൽ നിന്ന് സ്വർണം കിട്ടിയ കാര്യം ചീരു ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നു. അമ്മാവനോട് ഇല്ലായിരുന്നല്ലോ. രഘുവേട്ടനായിരിക്കും അത് അച്ഛന്റെ മുറിയിൽ ഒളിപ്പിച്ചു വെച്ചതെന്നാ ഞാൻ കരുതിയത്. പക്ഷെ രഘുവേട്ടൻ അത് ചെയ്തിട്ടില്ലെന്ന് എന്നോട് ഉറപ്പിച്ച് പറഞ്ഞച്ചാ. അമ്പിളിയായിരിക്കും അത് ചെയ്തെന്ന് എൻ്റെ ഒരു ഊഹം മാത്രമായിരുന്നു അമ്മാവ. സത്യം എന്താണെന്ന് ഇവളുടെ നാവിൽ തന്നെ പുറത്തു വരാൻ വേണ്ടിയാ ഞങ്ങളിതുവരെ കാത്തിരുന്നത്. ആ സ്വർണം ഇപ്പൊ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഉണ്ടോന്ന്? ഉണ്ടോ? ഉണ്ടമ്മോ. ഈശ്വര, അത് കൈവിട്ടു പോയെന്നായിരുന്നു ഇതുവരെയുള്ള എന്റെ പേടി. മറ്റാരുടെയും കയ്യിൽ അത് എത്തിയില്ലല്ലോ. അത് മതി, എനിക്കത് മതി. എന്നുവെച്ചാ ഇനിയും ആ സ്വർണം നിനക്ക് സൂക്ഷിക്കാമെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? ആണോ? അയ്യോ, അങ്ങനെയല്ല അച്ഛാ. അത് ഇവിടുന്ന് നഷ്ടപ്പെട്ട കൂടുതൽ അപകടമാവല്ലോ എന്ന് കരുതി പറഞ്ഞതാ. എനിക്കത് വേണ്ടച്ചാ. ഞാനത് സ്വന്തമാക്കണമെന്ന് കരുതി സൂക്ഷിച്ചതുമല്ല. നിനക്ക് അങ്ങനൊരു ഉദ്ദേശം ഇല്ലായിരുന്നെങ്കിൽ അടുത്ത ദിവസമെങ്കിലും ആ സ്വർണം നീ ഒളിപ്പിച്ച കാര്യം ഞങ്ങളോട് പറയേണ്ടതല്ലേ അമ്പിളി? അയ്യോ അച്ഛാ, ഞാനത് ഒളിപ്പിച്ചു വെച്ചൊന്നും പറയല്ല അച്ഛാ. അത് സ്വന്തമാക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ ഞാൻ ഒളിപ്പിച്ചതാണെങ്കിൽ ആർക്കും ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റാത്തടത്തല്ലേ അച്ഛാ ഞാനത് ഒളിപ്പിക്കേണ്ടത്. ഈ വീട്ടിൽ വേറെ എവിടെ വെച്ച് പൂട്ടിയാലും ആരെങ്കിലും അത് കണ്ടുപിടിക്കും. എന്റെ മുറിയിലാവുമ്പോ വേറെ ആരും അത് ശ്രദ്ധിക്കില്ലെന്ന് നീ ചിന്തിച്ചിരിക്കാം. അച്ഛൻ എന്നെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയല്ലേ അച്ഛാ. അമ്പിളി ഒരു കള്ളിയാണെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? നീ കള്ളിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അമ്പിളി. പക്ഷേ ആരും അറിയാതെ നീ ആ സ്വർണം ഇതുവരെ ഒളിപ്പിച്ചു